വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ വീഡിയോ നിർബന്ധമായും കാണണം. ജൂലിയ ഓർ ലൂണ എന്ന കഹാനിയിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയ രണ്ട് സംഭാഷണങ്ങൾ പഠിക്കാം. फर्स्ट वन, जब कुछ लोग पेड़ काटने आए तब ജൂലിയ पेड़ पर चढ़ गई. കുറച്ച് ആളുകൾ മരം മുറിക്കാൻ വന്നപ്പോൾ ജൂലിയ മരത്തിൽ കയറി. उस समय ജൂലിയ और उन लोगों के बीच हुई बातचीत लिखिए. ആ സമയത്ത് ജൂലിയയും വന്ന ആളുകളും തമ്മിൽ നടന്ന സംഭാഷണം എഴുതുക. ഇത് നമ്മുടെ കഥയിലെ ആദ്യ ഭാഗത്തുള്ള ഒരു സംഭാഷണമാണല്ലേ. അവർ മരം മുറിക്കാൻ വന്ന സമയത്തുള്ള ഒരു സംഭാഷണമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ജൂലിയ, ആപ് ലോഗ് യഹാം ക്യോം ആയേ ഹൈ? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആദ്മി, ഹം ഇസ് പേട് കോ കാട്നെ ആയേ ഹൈ. ഞങ്ങൾ ഈ മരം മുറിക്കാൻ വന്നതാണ്. ജൂലിയ, ആപ് ലോഗ് ഇസ് പേട് കോ മത്ത് കാടിയേ. നിങ്ങൾ ഈ മരം മുറിക്കരുത്. ആദ്മി, തും യഹാം സെ ഹട്ട് ജാവോ. നീ ഇവിടെ നിന്ന് മാറിപ്പോകൂ. ജൂലിയ, നഹീം, ഇല്ല. മേം യഹാം സെ നഹീ ഹട്ടൂങ്കി. ഞാൻ ഇവിടെ നിന്ന് മാറില്ല. ആദ്മി, നീച്ചെ ഉദർ ജാവോ. താഴെ ഇറങ്ങി വരൂ. നഹീം തോ, ഇല്ല എങ്കിൽ ഹം തുമേം ജബർദസ്തി പടുക്കർ നീച്ചെ ഉതാർ ദേങ്കെ. ഞങ്ങൾ നിന്നെ ബലമായി പിടിച്ച് താഴെ ഇറക്കും. ജൂലിയ, നഹീം, ഇല്ല. മേം പേട് കോ നഹീ കാട്നെ ദൂങ്കി. ഞാൻ ഈ മരത്തെ മുറിക്കാൻ സമ്മതിക്കില്ല. മേം ഇസ് പേട് കോ ബച്ചാന ചാഹ്തി ഹും. ഞാൻ ഈ മരത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്മി, വന്ന ആളുകളെ, തും ഇസ് പേട് കോ ക്യോം ബച്ചാന ചാഹ്തി ഹോ. നീ എന്തിനാണ് ഈ മരത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? ജൂലിയ, മുझे पेड़ और പ്രകൃതി സെ बहुत प्यार है. എനിക്ക് മരങ്ങളെയും പ്രകൃതിയെയും വളരെ ഇഷ്ടമാണ്. മേം ഇസ് പേട് കോ ബച്ചാനെ കെ ലിയെ ഹർ സംഭവ് പ്രയാസ് കരൂങ്കി. ഞാൻ ഈ മരത്തെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തും. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയും എഴുതാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സംഭാഷണം കൂടി നോക്കാം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. 738 ദിവസങ്ങൾ മരം മുറിക്കാൻ കാത്തിരുന്ന ശേഷം ഒരു ദിവസം ആ ആളുകൾ നിശബ്ദമായി അവിടെ നിന്ന് പോവാൻ തുടങ്ങി. വാദാ കരോ യഹാം കെ കിസി ബി പേട് കോ കഭി നഹീ കാട്ടോങ്കെ. ഇവിടെയുള്ള ഒരു മരവും ഇനി ഒരിക്കലും മുറിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരൂ. ലഡ്കിനെ സെഡ് സെ വാദാ ലേ ലിയ. പെൺകുട്ടി സേട്ടിന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിച്ചു. इस प्रसंग पर ജൂലിയ और സേട്ട് കെ ബീച്ച് की बातचीत तैयार करें. ഈ സന്ദർഭത്തെ ആസ്പദമാക്കി ജൂലിയയും സേട്ടും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ വന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ കഥയുടെ അവസാന ഭാഗത്ത് ജൂലിയ സേട്ടിന്റെ കയ്യിൽ നിന്ന് വാഗ്ദാനം വാങ്ങിച്ചു. ആ സന്ദർഭത്തെ ആസ്പദമാക്കിയാണ് സംഭാഷണം എഴുതേണ്ടത്. നോക്കൂ, സേട്ട്, ജൂലിയ, അബ് ഹം യഹാം സെ ജാ രഹേ ഹൈ. ജൂലിയ, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. ജൂലിയ, സേഠ് ജി, ക്യാ ആപ് അബ് ഭി ഇസ് പേട് കോ കാട്നെ ചാഹ്തേ ഹൈ. നിങ്ങൾ ഇപ്പോഴും ഈ മരം മുറിക്കാൻ കരുതുന്നുണ്ടോ? സേഠ്, നഹീം ബിടിയ, ഇല്ല മോളെ. തുമ്നെ 738 ദിൻ തക് ഇസ് പേട് കി രക്ഷ കി. നീ 738 ദിവസം ഈ മരത്തെ സംരക്ഷിച്ചു. ഔർ അബ് ഹം ഹാർ മാൻ ചുക്കേ ഹൈ. ഇപ്പോൾ ഞങ്ങളുടെ തോൽവി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ജൂലിയ, तो फिर जाने से पहले मुझसे एक वादा कीजिए. എങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുൻപ് എനിക്കൊരു വാക്ക് തരൂ. കി എന്തെന്നാൽ അബ് യഹാം സെ കിസി ബി പേട് കോ നഹീ കാടാ ജായേഗ. ഇനി ഒരിക്കലും ഇവിടെയുള്ള ഒരു മരവും മുറിക്കില്ല എന്ന്. സേഡ്, ഹാം ബിട്ടിയ, അതേ മോളെ. മേം യഹ് വാദാ കർത്താഹും, ഞാൻ ഈ വാക്ക് തന്നിരിക്കുന്നു. കി എന്തെന്നാൽ അബ് കിസി ബി പേട് കോ നഹീ കാടേങ്കെ. ഇനി ഇവിടെയുള്ള ഒരു മരവും മുറിക്കില്ല എന്ന്. ജൂലിയ, ധന്യവാദ് സേഠ് ജി. നന്ദി സേഠ് ജി. മുझे बहुत खुशी है कि आपने पेड़ों का महत्व समझ लिया. നിങ്ങൾ മരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. सेठ, धन्यवाद जूलिया. നന്ദി ജൂലിയ. തുമ്നെ ഹമേ പ്രകൃതി ഔർ പേടോം കാ മഹത്വ സമച്ചായ. നീ ഞങ്ങൾക്ക് പ്രകൃതിയുടെയും മരത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി തന്നു.
ജൂലിയ, പേടോം കി രക്ഷാ കർണ ഹം സബ്കാ കർത്തവ്യ ഹേ. മരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ സംഭാഷണം വരുന്നത്. ഏതെങ്കിലും ഒരു സംഭാഷണം ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ജൂലിയ കാ ചരിത്ര ചിത്രൻ. ജൂലിയയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വരാൻ നല്ല സാധ്യതയുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു തലക്കെട്ട് എഴുതണം. ഇവിടെ ജൂലിയ ഏക് സാഹസി ലടുക്കി, ജൂലിയ ഒരു ധീരയായ പെൺകുട്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ജൂലിയ ഏക് ബഹാദൂർ സാഹസി ഔർ ദൃഢനിശ്ചയ വാലി ലടുക്കി ഹേ. ജൂലിയ ഒരു ധീരയും സാഹസികയും ദൃഢനിശ്ചയവുമുള്ള ഒരു പെൺകുട്ടിയാണ്. ഉസേ പേടോം ഔർ പ്രകൃതി സെ ബഹുത്ത് പ്യാർ ഹേ. അവൾക്ക് മരങ്ങളോടും പ്രകൃതിയോടും വളരെയധികം സ്നേഹമാണ്. ജബ് കുച്ച് ലോഗ് ലൂണ പേട് കോ കാട്നെ ആയേ. കുറച്ചാളുകൾ ലൂണ എന്ന മരത്തെ മുറിക്കാൻ വന്നു. തോ വഹ് പേട് പർ ചढ़ ഗയി. അപ്പോൾ അവൾ ആ മരത്തിൽ കയറി. उसने लोगों के डराने और धमकाने पर भी पेड़ से नीचे उतरने से मना कर दिया. ആളുകൾ അവളെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും അവൾ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ തയ്യാറായില്ല. വഹ് ധൈര്യവാൻ ഔർ നിഡർതി. അവൾ ക്ഷമാശീലയുള്ളവളും ഭയമില്ലാത്തവളുമാണ്. ധൈര്യവാൻ എന്ന് വെച്ചാൽ ധൈര്യമുള്ളവൾ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷമാശീലമുള്ളവളും പേടിയില്ലാത്തവളുമാണ്. उसने 738 ദിനോം തക് പേട് പർ രഹകർ ഉസ്കി രക്ഷാ കി. അവൾ 738 ദിവസത്തോളം മരത്തിൽ താമസിച്ച് അതിനെ സംരക്ഷിച്ചു. വഹ് പേട് കോ അപന സച്ചാ ദോസ്ത് മാൻതി തി. അവൾ മരത്തെ അവളുടെ പ്രിയ കൂട്ടുകാരനായി കണ്ടു. ജൂലിയാനെ അപനെ സാഹസ് സെ ബഹുത് സെ ലോഗോം കോ പ്രകൃതി കി രക്ഷാ കർനെ കെ ലിയെ പ്രേരിത തി. ജൂലിയ തന്റെ ധൈര്യം കൊണ്ട് ധാരാളം ആളുകളെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. അന്ത്മേം അവസാനം ഉസ്കെ പ്രയാസെ ലൂണ ഔർ ആസ് പാസ് കെ ലോഗ് ബച്ച് ഗയെ. അവസാനം അവളുടെ പരിശ്രമം കൊണ്ട് ലൂണയും അതിന് ചുറ്റുമുള്ള മരങ്ങളും രക്ഷപ്പെട്ടു. ആസ്പാസ് കെ പേട് ചുറ്റുമുള്ള മരങ്ങളും ബച്ച് ഗയെ രക്ഷപ്പെട്ടു. ജൂലിയ ഹമേ പ്രകൃതി സെ പ്രേം കർണെ ഔർ ഉസ്കി രക്ഷാ കർണെ കി പ്രേരണ ദേത്തി ഹേ. ജൂലിയ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും അതിനെ സംരക്ഷിക്കുവാനുള്ള പ്രചോദനമാണ് നൽകിയത്. ഇങ്ങനെയാണ് ജൂലിയയുടെ ചരിത്ര ചിത്രം കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റപ്പഡ് തയ്യാർ കരേ, ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നത്. ഇവിടെ 738 ദിവസത്തോളം ജൂലിയ മരത്തിൽ താമസിച്ച് ലൂണ എന്ന മരത്തെ സംരക്ഷിച്ചു. ആ സംഭവം പത്രവാർത്തയായി എഴുതാനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പത്ര റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം സമാചാർ പത്രവാർത്ത എന്നിങ്ങനെ എഴുതി കൊടുക്കണം. അതിന് താഴെ ഹെഡിങ് തലക്കെട്ടാണ് കൊടുക്കേണ്ടത്. പേട് ബച്ചാനെ കേലിയെ ലടുക്കിക്ക അനോഖ പ്രയാസ്. മരത്തെ രക്ഷിക്കാൻ പെൺകുട്ടിയുടെ അപൂർവ ശ്രമം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ കാലിഫോർണിയ അമേരിക്ക സ്ഥലപ്പേരാണ് കൊടുക്കേണ്ടത്. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഈ സംഭവം നടന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. നോക്കൂ, ജൂലിയ नामक एक लड़की ने पेड़ को काटने से बचाने के लिए 738 दिनों तक पेड़ पर रहकर लूना का സംരക്ഷണം किया. ജൂലിയ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി മരം മുറിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ 738 ദിവസത്തോളം മരത്തിൽ താമസിച്ച് ലൂണ എന്ന മരത്തെ സംരക്ഷിച്ചു. पेड़ काटने आए सेठ से उसने किसी भी पेड़ को न काटने का वादा लिया. മരം മുറിക്കാൻ വന്ന സേട്ടിനിൽ നിന്ന് ഇനി ഒരു മരവും മുറിക്കില്ല എന്ന് അവൾ വാഗ്ദാനം വാങ്ങി. അന്ത്മേ സേട്ട് വഹാംസെ ചലാഗയ. അവസാനം സേട്ട് അവിടെ നിന്ന് പോയി. ഔർ സാരേ പേട് ബച്ച് ഗയെ. എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ജൂലിയാക്കെ ഈസ് പ്രയാസ് കി സബീനെ പ്രശംസാക്കി. ജൂലിയയുടെ ഈ ശ്രമത്തെ എല്ലാവരും പ്രശംസിച്ചു. ഇങ്ങനെയാണ് ആ പത്രവാർത്ത കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കഥയൊക്കെ മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിലും എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ജൂലിയയുടെ ഡയറി. 738 ദിവസത്തോളം മരത്തിൽ താമസിച്ച് ഒടുവിൽ ജൂലിയ മരത്തിൽ നിന്നിറങ്ങി. ആ രാത്രി ജൂലിയ എഴുതുന്ന ഡയറിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്.
നിങ്ങൾ ജൂലിയയുടെ ക്യാരക്ടർ സ്കെച്ചും ന്യൂസ് റിപ്പോർട്ടും ഒക്കെ പഠിച്ചതിന് ശേഷം അത് തന്നെ ഡയറിയാക്കി മാറ്റിയാൽ മതി. ആദ്യം നിങ്ങൾ ഇതുപോലെ ഡയറിയുടെ ഫോർമാറ്റ് ഒക്കെ എഴുതി കൊടുക്കുക. ജൂലിയയുടെ ക്യാരക്ടർ സ്കെച്ചിൽ മാറ്റം വരുത്തി ജൂലിയ എഴുതുന്ന രീതിയിൽ എഴുതി കൊടുത്താൽ മതി. ആ ഡയറി നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഡയറി എഴുതുമ്പോൾ വലത് ഭാഗത്തോ അല്ലെങ്കിൽ ഇടത് ഭാഗത്തോ ഡേറ്റും ദിവസവും സമയവും ഒക്കെ കൊടുക്കണം. ദിനാങ്ക് എന്നാൽ ഡേറ്റ് എന്നാണ്. ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ദിനാങ്ക് എന്ന് എഴുതി കൊടുക്കുക. രവിവാർ എന്നൊരു ദിവസം കൊടുത്തിട്ടുണ്ട്. രാത്രി 9 ബജെ, രാത്രി 9 മണിക്ക് എന്ന് സമയം കൊടുത്തിട്ടുണ്ട്. സമയം കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങൾ കൊടുത്തോളൂ. आज का दिन मेरे लिए बहुत महत्वपूर्ण और अविस्मरणीय है. ഇന്നത്തെ ദിവസം എനിക്ക് പ്രധാനപ്പെട്ടതും മറക്കാനാവാത്തതുമാണ്. മുझे പേടോം ഔർ പ്രകൃതി സെ ബഹുത്ത് പ്യാർ ഹേ. എനിക്ക് മരങ്ങളോടും പ്രകൃതിയോടും വളരെ ഇഷ്ടമാണ്. ഏക് ദിൻ കുച്ച് ലോഗ് ലൂണ പേട് കോ കാട്നെ ആയേ തോ മേ പേട് പർ ചढ़ ഗയി. ഒരു ദിവസം കുറച്ച് ആളുകൾ ലൂണ എന്ന മരം മുറിക്കാൻ വന്നപ്പോൾ ഞാൻ മരത്തിൽ കയറി. ഉനോനെ മുझे ഡരായ ഔർ ധമകായ. അവർ എന്നെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫിർ ഭി എന്നാലും മേ പേട് സെ നീച്ചെ നഹി ഉതരി. എന്നാലും ഞാൻ മരത്തിൽ നിന്ന് ഇറങ്ങിയില്ല. മേം ധൈര്യവാൻ ഔർ നിഡർ രഹി. ഞാൻ ക്ഷമയുള്ളവളും ഭയമില്ലാത്തവളുമായി നിന്നു. മേം ने 738 ദിനോं തക് പേട് പർ രഹകർ ലൂണ പേട് കി രക്ഷ കി. ഞാൻ 738 ദിവസത്തോളം മരത്തിൽ താമസിച്ച് ലൂണ എന്ന മരത്തെ സംരക്ഷിച്ചു. മേം ഉസ് പേട് കോ അപന സച്ചാ ദോസ്ത് മാൻതി ഹും. ഞാൻ ആ മരത്തെ എന്റെ ഉറ്റ സുഹൃത്തായി കരുതുന്നു. മേരെ പ്രയാസ് സെ ലൂണ ഔർ ആസ് പാസ് കെ പേട് ബച്ച് ഗയേ. എന്റെ പരിശ്രമം കൊണ്ട് ലൂണയും ചുറ്റുമുള്ള മരങ്ങളും രക്ഷപ്പെട്ടു. മുझे बहुत खुशी है कि मैं പ്രകൃതി കി രക്ഷാ കർ സകി. പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മേം ഇൻ ദിനോം കോ കഭി നഹി ഭൂലൂങ്കി. ഞാൻ ഈ ദിവസങ്ങളെ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെയാണ് ലൂണയുടെ ഡയറി കൊടുത്തിട്ടുള്ളത്. ഇനി ലൂണ മരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ലൂണയുടെ ഫ്രണ്ടിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കത്തെഴുതാനാണ് ചോദ്യം വന്നതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ആദ്യം കത്തിന്റെ ഫോർമാറ്റ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. കത്തിന്റെ ഈ ഫോർമാറ്റ് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി ഇവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് ഡയറിയിലെ പ്രധാന ഭാഗങ്ങൾ മാത്രം ചേർത്ത് എഴുതിയാൽ മതിയാകും. ഡയറി പഠിച്ചാൽ നിങ്ങൾക്ക് കത്ത് എഴുതാൻ വളരെ സിമ്പിളാണ്. മക്കളെ, ഡയറിയും കത്തും ഒക്കെ എഴുതിയതിനു ശേഷം ഇതുപോലെ ബോക്സ് വരക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. പേഡ് എന്ന കവിതയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായും കാണണം. അതുപോലെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്